ശോഭ മഠം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ആര്യനും ആതിലയും അനുമോളും എത്തിയിട്ടുണ്ട്. അനുമോളോട് ശോഭ ചോദിക്കുന്നുണ്ട്, ചിപ്സൊക്കെ എങ്ങനെയുണ്ട്, നല്ലതായിരുന്നു? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ആ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ആര്യൻ പറഞ്ഞിട്ട്, മാഡം എനിക്ക് ഇവിടെ ആഹാരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാഡം, ആഹാരത്തിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണെന്ന് ആര്യൻ പറയുന്നുണ്ട്. അപ്പോൾ ശോഭ ഒരു ഉരുള ചോറ് പുരട്ടി ആര്യന് കൊടുക്കുന്നുണ്ട്. അനുമോൾ അടുത്തോട്ട് വന്നിട്ട് ശോഭയോട് ചോദിക്കുന്നുണ്ട്, മാഡം എങ്ങനെയുണ്ട്, ആഹാരമൊക്കെ നല്ലതാണോ? അപ്പോൾ അതിൽ പറയാണ്, മാനേജർ മാറുന്നില്ല, മാനേജർ മാറുന്നില്ല, മാനേജർ എന്തിനാ അടുത്തോട്ട് വരണ്ട, മാനേജർ മാറുന്നില്ല. അതിൽ എന്തോന്നറിയത്തില്ല, അതിൽ എവിടെ നോക്കിയാലും അനുമോളെ ഇങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹോട്ടലിൻ്റെ ടാസ്ക് തുടങ്ങിയതിന് പിന്നെ ആഹാരം കിട്ടിയില്ലെന്ന് പറയുമ്പം ആര്യന് വേണ്ടി ഓരോന്നൊക്കെ എടുത്തിട്ട് ശോഭ പറഞ്ഞിട്ട് ഇതെടുത്ത് കഴിക്കും, നിങ്ങൾ കുറേശ്ശെ എല്ലാവർക്കും ഓരോ ഉരുള വീതം ശോഭ കൊടുക്കുന്നുണ്ട്. അനുമോൾക്ക് മാത്രം അന്നേരം കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അനുമോൾക്ക് ഒരു ഉരുള ചോറ് കൊടുത്തത്. അപ്പം ആര്യം പറയുന്നുണ്ട്, ഞങ്ങൾ 3 പേരുടെ ഡിവൈഡ് ചെയ്തെടുക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒനിൽ ഒരു ഓംപ്ലേറ്റ് 2 പീസാക്കിയിട്ട് കൊണ്ടുവന്ന് ശോഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശോഭ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇത് സ്റ്റാർ കിട്ടാത്തവർക്കായിട്ട് വീതം വെച്ച് കൊടുക്കുക. സ്റ്റാർ കിട്ടാത്ത ആരൊക്കെയാണ് അവരെ എല്ലാവരെയും ഇവിടെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ എല്ലാവരെയും വിളിക്കുന്നുണ്ട്, സ്റ്റാർ കിട്ടാത്തവരും എല്ലാവരും വേഗം വരൂ. അപ്പോൾ അതിൽ പറയണം, മാനേജർ മാറി നിൽക്കും, മാനേജർ മാറി നിൽക്കും, മാനേജർ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അനുവിനെ ഓടിക്കാൻ നോക്കുകയാണ് അവിടുന്ന്. ഒന്നിൽ കൊണ്ടുവന്ന ഓംപ്ലേറ്റ് 6 പീസാക്കി വീതം വെച്ചിട്ട് ആ സ്റ്റാർ കിട്ടാത്തവർക്കായിട്ട് കൊടുക്കാനെന്ന് ശോഭ പറയുന്നുണ്ട്. ശോഭയുടെ അടുത്ത് ഒന്നിൽ പറയുന്നുണ്ട്, മാഡം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാഡം കഴിക്കൂ. അപ്പോഴേക്കും ശോഭ ഉരുള ചോറെടുത്തിട്ട് ഒന്നിലിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ തരുന്നതായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഒന്നിൽ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ 2 പേരും കൂടെ ഹൈഫൈ കൊടുത്തിട്ട് ഒന്നിൽ പറയുന്നുണ്ട്, മാഡത്തിൻ്റെ നെയിൽ പെയിൻറ്റ് വളരെ നല്ലതായിട്ടുണ്ട്. സ്റ്റാർ കിട്ടാത്തവർ വരാൻ പറഞ്ഞപ്പോഴേക്കും അക്ബർ ആ വഴി വരുന്നുണ്ടായിരുന്നു. അക്ബർ വന്ന് നിന്നത് ഉടനെ ആദില പറയുകയാണ്, അക്ബർ എന്തിനാണ് ഇവിടെ വന്നത്, അക്ബറിന് സ്റ്റാർ കിട്ടിയല്ലോ, അക്ബർ ഇവിടെ നിൽക്കണ്ട, അക്ബർ ഇവിടുന്ന് പോകണം. ചപ്പൽ ഫാക്ടറി ഉടമയായി വന്ന നൂറ കാണിച്ച അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഹോട്ടൽ ഉടമയുടെ മകളായി വരുന്ന ആദിലയും ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടാസ്ക് കഴിയുമ്പോൾ ഇതെല്ലാം തങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് വരുമെന്നുള്ളതിനെ പറ്റി അവർ ചിന്തിക്കുന്നതേ ഇല്ല. ഇപ്പോഴുള്ള പവർ വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും ഫയർ ചെയ്യുകയും എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റാർ കിട്ടിയവരും കിട്ടാത്തവരും എല്ലാവരും ശോഭയുടെ മുമ്പിലിരുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പം അനുമോൾ പറയാണ്, ഇവരൊക്കെ സ്റ്റാർ കിട്ടിയതാ മാം, എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ആഹാരം എല്ലാവരും കൂടെ കിടന്ന് എന്ത് മോശമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആര്യൻ്റെ കയ്യിൽ അനുമോൾ കയറി പിടിക്കുകയാണ്. ആര്യൻ ഇങ്ങനെ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ വെപ്രാളം കാണിക്കുകയാണ്. അന്നേരം ആര്യം പറയുന്നുണ്ട്, സ്റ്റാർ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ആര്യൻ്റെ വായിൽ ഇത്രയും ആഹാരം ഇരിക്കുകയാണ്, റൊട്ടിയോ സബ്ജിയോ എന്തോ ഉണ്ട്.